وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ദുൽഹജ്ജ് മാസം പിറന്നിരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന നന്മകളാണ്. കാരണം ഈ ദിനങ്ങളിലാണ് മനസ്സും ശരീരവും നാവും സമ്പത്തും എല്ലാം ഒത്തൊരുമിച്ച ആരാധനയായ ഹജ്ജ് അരങ്ങേറുന്നത്. പടച്ചവന്റെ അനുഗ്രഹത്താൽ ലോകത്തിന്റെ ഓരോ കോണുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഹാജിമാർ പരിശുദ്ധമായ മക്ക മുക്കറമയിൽ എത്തിക്കഴിഞ്ഞു. ഈ വെള്ളിയാഴ്ച മസ്ജിദുൽ ഹറാമിൽ ഏതാണ്ട് മുഴുവൻ ഹാജിമാരും സംഗമിക്കുന്നതാണ്. അവിടെ നിൽക്കാനും ഇരിക്കാനും ഒന്നിനും സ്ഥലമില്ലാതെ വീർപ്പുമുട്ടുന്നൊരു സാഹചര്യം സംജാതമാകുന്നതാണ്. ഹജ്ജ് വളരെയധികം വൈകാരികമായ അങ്ങേയറ്റം മനോഹാരിത നിറഞ്ഞ, എന്നാൽ അനുഭവത്തിലൂടെ മാത്രം തിരിച്ചറിയേണ്ട സൗന്ദര്യങ്ങൾ അടങ്ങിയ ഒരു ആരാധനയാണ്. ഹാജിമാരെല്ലാവരും റമദാനിന് ശേഷം മക്ക മുക്കറമയിലേക്ക് യാത്രയായി തുടങ്ങും. ഇന്നല്ലെങ്കിൽ നാളെ ജിദ്ദ എയർപോർട്ടും അതുപോലെ സീപോർട്ടും അടയ്ക്കുന്നതാണ്. പിന്നീട് മക്കയുടെ 4 അതിർത്തികളിലും വളരെ കഠിനമായ നിരീക്ഷണങ്ങളും ആളുകളെ ചെക്ക് ചെയ്യുന്ന അവസ്ഥയുമുണ്ടാകും. ഹാജിമാരല്ലാത്ത ഒരാളെയും അകത്തോട്ട് കടത്തുകയില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ശിക്ഷ നൽകപ്പെടുകയും ചെയ്യും. എന്താണ് ഹജ്ജ്? ദുൽഹജ്ജ് 7 അന്ന് രാത്രി എല്ലാവരും കുളിച്ച് തയ്യാറായി 2 റക്അത്ത് നമസ്കരിച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൽ ലബ്ബൈക് എന്ന് പറഞ്ഞ് ഹജ്ജിന്റെ ഇഹ്റാം നിർവഹിക്കും. കുറെ സൗഭാഗ്യവാന്മാർ അതിനു മുമ്പ് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് കാണും. എന്നിട്ട് ജനങ്ങളുടെ സൗകര്യപ്രകാരം ദുൽഹജ്ജ് 7 അന്ന് രാത്രി ഈ ലക്ഷക്കണക്കിന് ഹാജിമാർ മിന എന്ന് പറയുന്ന മലഞ്ചെരിവിലേക്ക് യാത്രയാകും. എന്താണ് മിന? 2 മലകൾക്കിടയിലുള്ള ഒരു താഴ്വരയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു കൂടാരം അടിച്ച് താമസിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതിന്ന് മസ്ജിദുൽ ഖൈഫ് എന്ന പേരിൽ ലക്ഷത്തിൽ പരം ആളുകളെ ഉൾക്കൊള്ളുന്ന, എന്നാൽ വെറും ഹജ്ജിന്റെ 6 ദിനങ്ങൾക്ക് മാത്രം തുറക്കപ്പെടുന്ന മസ്ജിദ് അവിടെ സ്ഥിതി ചെയ്യുന്നു. ദുൽഹജ്ജ് 13 അന്ന് മഗ്രിബ് നമസ്കാരം പോലും ആ മസ്ജിദിൽ നിർവഹിക്കപ്പെടുന്നതല്ല, അതിനു മുമ്പായിട്ട് അത് പൂട്ടിക്കളയും. മിനായാണ് ഹജ്ജിന്റെ കേന്ദ്ര ബിന്ദു. ലോകത്തിന്റെ കേന്ദ്രം കഅബ ഷരീഫയാണ്, എന്നാൽ മിന ഹജ്ജിന്റെ കേന്ദ്രമാണ്.
അവിടെ ഹാജിമാരെല്ലാവരും സംഗമിച്ച് അവിടെ നിന്നാണ് ഹജ്ജിന്റെ നീക്കം നടക്കുന്നത്. ദുൽഹജ്ജ് 8 രാത്രി ഹാജിമാർ മിനായിൽ നിന്നും അറഫാത്തിലേക്ക് യാത്രയാകും. മിനായിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമുള്ള ഹറമിന്റെ വെളിയിലെ ഒരു വലിയ മൈതാനമാണ് അറഫാത്ത്. ആ അറഫയുടെ അതിർത്തിയിലും ഒരു വലിയ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ദുൽഹജ്ജ് 9 അന്ന് ദുഹറും അസറും മാത്രം നമസ്കരിക്കാൻ ഒരു ഭയങ്കരമായ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അറഫാത്തിൽ ദുൽഹജ്ജ് 9 അന്ന് ദുഹറിന് മുമ്പ് എല്ലാവരും എത്തിച്ചേരും. അല്ലാഹു എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. അന്ന് ദുഹർ മുതൽ മഗ്രിബ് വരെയാണ് അറഫാത്തിന്റെ സമയം. അതിൽ ബുദ്ധിയും ബോധത്തോടും കൂടി ഒന്ന് കാലുകുത്തുക എന്നത് ഹജ്ജിന്റെ ഫർദാണ്. അതുകൊണ്ട് മുഴുവൻ ഹാജിമാരും അവിടെ എത്തിച്ചേരും. വരാത്തവരെ ആംബുലൻസുകൾ കൊണ്ടുവരും, എയർ ടാക്സിയിൽ കൊണ്ടുവരും. അതിനേക്കാളെല്ലാം മനോഹരമായ കാഴ്ച വാപ്പയും ഉമ്മയെയും തോളിലേറ്റിക്കൊണ്ടുവരുന്ന അഫ്ഗാനിസ്ഥാനിലെയും അതുപോലെ തന്നെ ആഫ്രിക്കൻ നാടുകളിലെയും സാധുക്കളാണ്. അവർക്ക് വലിയ സമ്പത്തൊന്നുമില്ല, വീൽ ചെയർ പോലും മേടിക്കാനുള്ള ശേഷിയില്ല. പക്ഷെ അതിനേക്കാളെല്ലാം വലിയ വീൽ ചെയറും എയർ ടാക്സിയുമായ സ്വന്തം തോളിൽ വാപ്പയെ സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പടുകളവി അവർ മോന്റെ തോളിൽ വളരെ അഭിമാനത്തോടുകൂടിയിരിക്കുന്നു. മോനാകട്ടെ ഒരു നാണവും ലജ്ജയുമില്ലാതെ അതിനേക്കാളും അഭിമാനത്തോടുകൂടി മൃഗത്തെ പോലെ നടക്കുകയാണ്. അല്ലാഹു നമുക്ക് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മായെ തോളിൽ വെച്ച് ഹജ്ജിന്റെ മുഴുവൻ കാര്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി. മക്കയിൽ നിന്ന് മിനായിലേക്ക്, മിനായിൽ നിന്ന് അറഫയിലേക്ക്, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക്, അവിടെ നിന്ന് മിനായിലേക്ക് ഏറിന് വേണ്ടി 4 പ്രാവശ്യം വരല്, പിന്നെ അതിനിടയ്ക്ക് തവാഫിന് വേണ്ടി വരൽ, സഈന് വേണ്ടി വരൽ, തവാഫ് നീണ്ട തവാഫ്, സഈ ഭയങ്കരമായ നടത്തം. ഉമ്മ എനിക്ക് ചെയ്ത സേവനത്തിന് വല്ല പകരവുമായിട്ടുണ്ടോ? മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും ഉപകാരത്തെ മറക്കുന്ന നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, നിന്റെ തള്ള നിന്നെ പ്രസവിക്കാൻ വേണ്ടി പ്രസവവേദന എടുത്ത് പൊളയുന്ന സമയത്ത് അവർ അല്ലോ എന്ന് വിളിച്ച് കരഞ്ഞ ഒരു കരച്ചിലിന് പകരമായിട്ടില്ല നിന്റെ ഈ മുഴുവൻ ത്യാഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിലെ ഏറ്റവും നല്ല കാഴ്ച മാതാപിതാക്കളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഹാജിമാരാണ്. നമ്മുടെ നാടിന്റെ വസന്തമായ വടുതല മൂസാ ഉസ്താദിന്റെ മനോഹരമായ ഒരു കാഴ്ച കാണുകയുണ്ടായി. അള്ളാഹു ഉസ്താദിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ഭാര്യ വഫാത്തായി, അടുത്ത വിവാഹം കഴിച്ചു. അവര് വഫാത്തായി, അടുത്ത വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിപ്പിച്ചത് മക്കളാണ്. ഇന്ന് ഇത്തരം വിവാഹത്തിൽ ഏറ്റവും തടസ്സം നിൽക്കുന്നത് മക്കളാണ് ഉസ്താദിനെ കൊണ്ട് വേറെ ഉസ്താദിന്റെ വാർദ്ധക്യത്തിൽ ദക്ഷിണ കേരള ജമിയത്തുലമായുടെ പ്രസിഡന്റാണ്. ഉസ്താദ് അങ്ങേയറ്റം ക്ഷീണം. പക്ഷെ മക്കൾ ഉസ്താദിനെ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിച്ചെന്ന് മാത്രമല്ല, ആ മക്കൾ ഉസ്താദിനെയും ഉസ്താദിന്റെ ഭാര്യയെ പൊക്കിക്കൊണ്ട് ഹജ്ജിന് പോയി. ഞാൻ ഹറമിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ശബ്ദത്തിൽ കരഞ്ഞുപോയി. ഉസ്താദിന്റെ ഒരു ശിഷ്യൻ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് നടക്കുന്നു. ഉസ്താദിന്റെ മകൻ, മൂത്ത മകൻ, പ്രധാനപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം ഉസ്താദിന്റെ ഈ 3ാമത്തെ ഭാര്യയെ വീൽ ചെയറിൽ വെച്ചുകൊണ്ട് ഉന്തിക്കൊണ്ട് നടക്കുന്നു. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം, മഹത്വം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിടയ്ക്കൊരു വൈകാരികമായിട്ടൊരു വിഷയം വന്നുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും അറഫയിലെത്തും. അറഫ ഹറമിന് വെളിയിലുള്ള വെറുമൊരു മൈതാനം. അത് മക്കയുടെ ഉള്ളിൽ പോലും പെട്ടതല്ല. പക്ഷേ ഒരു പകൽ അല്ലാഹു തആല അതിനെ ആദരിച്ചു. മുഴുവൻ ഹാജിമാരും അവിടെ വരും. വശാഹിദിൻ മഷ്ഹൂദ്, ആത്മാവുകൾ പോലും ഹാജരാകുന്ന സ്ഥലമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അല്ലാഹു എല്ലാ ഹാജിമാരെയും എത്തിക്കുമാറാകട്ടെ.
അല്ലാഹു തആല ഹാജിമാരുടെ നിലവിളിയും സങ്കീർത്തനങ്ങളും കേട്ട് അഭിമാനിക്കുകയും മലക്കുകളുമായി ഹാജിമാരുടെ അവസ്ഥകൾ അനുസ്മരിച്ച് സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ സമയമാകുമ്പോൾ മഗ്രിബ് നമസ്കരിക്കുകയില്ല. മഗ്രിബിന്റെ സമയമാകുമ്പോൾ ഹാജിമാര് മുഴുവനും അവിടുന്ന് മുസ്ദലിഫയിലേക്ക് വരും. മിനായുടെയും അറഫയുടെയും ഇടയിൽ മിനായുടെ അരികിലായിട്ടുള്ള സ്ഥലമാണ് മുസ്ദലിഫ. അവിടേക്ക് വരും. ആരും മഗ്രിബ് നമസ്കരിക്കുകയില്ല. എന്നാൽ ഇശായുടെ സമയം തീരാറായി, വല്ലാതെ സമയം താമസിച്ചാൽ നമസ്കരിക്കും. ബാക്കി എല്ലാവരും മഗ്രിബും ഇശായും മുസ്ദലിഫയിൽ വന്നിട്ടാണ് നമസ്കരിക്കുന്നത്. അള്ളാഹു അന്നത്തെ നമസ്കാരം ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. മുസ്ദലിഫയിൽ വരും. എന്താണ് മുസ്ദലിഫ? ഹറമിന്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു ഭാഗത്ത് വാഹനങ്ങളുടെ ബഹളം, സ്കൂട്ടറിന്റെ ബഹളം, ഒച്ചപ്പാട്, അതിനിടയിൽ ഹാജിമാര് നമസ്കാരത്തിന്റെ ബഹളം, അതിനിടയിൽ ഹാജിമാര് ഒന്നാമതിന് ഉറക്കത്തിന്റെ ബഹളം. റോഡിന്റെ സൈഡിൽ നമുക്ക് ആർക്കും ഉറങ്ങാൻ പോലും പറ്റുകയില്ല. മുസ്ദലിഫയിൽ കൂളായിട്ട് ആളുകൾ കിടന്നുറങ്ങും. അടുത്തുകൂടി ബസ്സിന്റെ വലിയ ടയർ, അവിടെയുള്ള ബസ് ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ ആകാശത്തോട് പറക്കേണ്ടി വരും. അത്ര വലിയ ബസ് എല്ലാമാണ്. അടുത്തുകൂടി തൊട്ടില്ലെന്ന് പറഞ്ഞു ഒന്നും പറ്റത്തില്ല. ഹാജിമാർ 4th ഗിയറിൽ ഹാജിമാർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും സുഖമായിട്ട്. ഏതോ മണയറയിൽ കിടന്നുറങ്ങുന്നത് പോലെ വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങും, രസകരമായിട്ട് ഉറങ്ങും. വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കും, പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് എല്ലാവരും കൂടി മിനായിലേക്ക് വരും. മിനായിൽ ഒരു സ്ഥലത്ത് കല്ലെറിയും, 7 കല്ലുകളെറിയും. എന്നിട്ട് മൃഗത്തെ അറുക്കും, ശേഷം മുടിയെടുക്കും. പിന്നീട് മിനായിൽ 11, 12, 13 ദിവസങ്ങൾ അവിടെ താമസിക്കും. ളുഹറിന് ശേഷം 3 സ്ഥലങ്ങളിൽ കല്ലെറിയും. ഇതിനിടയിൽ മക്ക മുക്കറമയിലേക്ക് വരും. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗം 7 പ്രാവശ്യം വലയം ചെയ്യും, തവാഫ് ചെയ്യും. സഫാ മറുവയ്ക്കിടയിൽ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പറയാൻ വളരെ എളുപ്പം. 3 കിലോമീറ്ററാണ് സഫായിൽ നിന്ന് മറുവയിലേക്കുള്ള ദൂരം. ഇങ്ങനെ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പാവപ്പെട്ട ഹാജിമാരിൽ ഭൂരിഭാഗം പേരും അവർ നടന്നാണ് മിനായി ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ കൂടുതലും ചെയ്യുന്നത്. വാഹനങ്ങൾ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുന്നവർ അവർക്കും വാഹനത്തിൽ ഇരുന്ന് പഴയേണ്ടി വരും. ഇപ്പം പുതിയ ട്രെയിൻ ആരംഭിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് 2 മിനിറ്റ് കൊണ്ട് അടുത്ത സ്ഥലത്ത് എത്തുമെങ്കിലും 10 മണിക്കൂർ ട്രെയിനിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. അതിഭയങ്കരമായ തിരക്ക്. പക്ഷേ സഹോദരങ്ങളെ മനസ്സിലാക്കണം, അല്ലാഹു തആല ഈ ഹജ്ജിന്റെ കർമ്മങ്ങളെ സംവിധാനിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ നിലയിലാണ്. ഹാജിമാര് വന്നിങ്ങനെ വീരവാദങ്ങളെല്ലാം പറയും, ഞാൻ വലിയ ത്യാഗം സഹിച്ചു എന്നെല്ലാം പറയും. ഒന്നാമതായി പഴയ അവസ്ഥകൾ അപേക്ഷിക്കുന്നതിൽ ത്യാഗവുമില്ല. 2, ഈ ത്യാഗം മുഴുവനും അങ്ങേയറ്റം രസകരമായിട്ടാണ്. കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഓട്ടി എല്ലാവരും ഇപ്പൊ തവാഫ് ചെയ്യുന്നുണ്ടാകും. അനങ്ങാൻ പറ്റാത്ത തവാഫാണ് ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. അനങ്ങാൻ പറ്റത്തില്ല. വലിയ രസമായിരിക്കും, വിയർത്തൊലിച്ചിരിക്കും, വലിയ രസമായിരിക്കും. എല്ലാവരും മിനായിൽ വന്ന് കിടക്കും. ഏറ്റവും വലിയ സമ്പന്നനും അടുത്ത് ശരീരം മൊട്ടിയായിരിക്കും കിടക്കുന്നത്. വിയർത്തൊലിച്ച് അങ്ങേയറ്റം ഇതായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്ങേയറ്റം യാതൊരു പ്രയാസവുമില്ല. അറഫയിൽ കടുത്ത വെയില്, ആഹാരം കഴിക്കാൻ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല, പക്ഷെ അങ്ങേയറ്റം സന്തോഷം. മുസ്ദലിഫയിൽ നാട് റോട്ടിൽ ആൾക്കാർ വന്ന് വിശ്രമം. പിന്നെ കല്ലേറും മറ്റു കാര്യങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ത്യാഗത്തിന്റെ അവസ്ഥ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ദീനിലും പ്രയോജനമുള്ള ധാരാളം സ്ഥലത്ത് ഹാജരാകാനും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്, അറിയപ്പെട്ട ദിനങ്ങളിൽ പടച്ചവനെ അധികമായി സ്മരിക്കാനും വേണ്ടിയാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ ദിനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഹജ്ജിന്റെ ഈ മനോഹരമായ ചിത്രം എന്റെയും നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ടത്, ഒന്ന്, നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനാണ്. നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്, അങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്.
എന്നല്ല, അങ്ങോട്ടേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും ജനിച്ച് വീണ് ബാങ്ക് കൊടുക്കപ്പെട്ടത്. ഖിബലയിലേക്ക് തിരിഞ്ഞാണ്, കഅബയിലേക്ക് തിരിഞ്ഞാണ് ബാങ്ക് കൊടുക്കപ്പെട്ടത്. അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരു ദിവസം മരിച്ചു വീഴും, നമ്മളെ ഖബറിൽ കൊണ്ട് കിടത്തും കഅബ ശരീഫിലേക്ക് തിരിച്ചുകൊണ്ട്. ഹജ്ജൊരു പ്രയാണമാണ്. ജീവിതം മുഴുവനും നമ്മൾ നിർവഹിക്കേണ്ട, സജീവമായി നിലനിർത്തേണ്ട ഒരു പ്രയാണമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ പരിശുദ്ധമായ ഹജ്ജിന്റെ ദീപ്തമായ സ്മരണകൾ നമ്മളെല്ലാവരും നിലനിർത്തണം. ഹാജിമാര് മിനായിലേക്ക് പോകുമ്പോൾ നമ്മൾ പാവപ്പെട്ട കുട്ടികളും ഉസ്താദുമാരും നാട്ടുകാരും എല്ലാവരും അവരുടെ കൂട്ടത്തിൽ മിനായിലേക്ക് പോകണം. അവർ അറഫയിലേക്ക് പോകുമ്പോൾ നമ്മളും കൂട്ടത്തിൽ പോകണം. എന്താ കൂട്ടത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയിരിക്കലല്ല, TV നോക്കിക്കൊണ്ടിരിക്കലല്ല, മറിച്ച് നമ്മളുടെ കൂട്ടുകാര് തവാഫ് ചെയ്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പറയുമ്പോൾ നമ്മളും അത്തരം ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത്തെ ജുമാ നമസ്കാരം എന്തൊരു ജുമാ നമസ്കാരമായിരിക്കുമെന്നറിയാമോ? മിക്കവാറും ഇന്നത്തെ ജുമാ നമസ്കാരത്തിൽ ഇമാം ഓതുന്നത് കഅബ ശരീഫിനെ ചുംബിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഓതുന്നത് ലീലാഫി ഖുറൈശിൻ ലീലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അദ്ദേഹം വലിയ ശബ്ദത്തിലാണ് ഓതുന്നത്. എല്ലാ ഹാജിമാരുടെ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിൽക്കും. ഈ വീടിന്റെ ഉടമസ്ഥനെ എല്ലാവരും ആരാധിച്ചു കൊള്ളട്ടെ. നമ്മളും ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം. മഹാകഷ്ടം. ദുൽഹജ്ജിന്റെ ജുമഅയ്ക്ക് പോലും സഹോദരങ്ങൾ വലിയ അലസത കാണിക്കുന്ന മസ്ജിദുകളിൽ വരാൻ. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇഅ്തികാഫ് തന്നെ ഇരിക്കേണ്ടതാണ്, മസ്ജിദുകളിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടതാണ്. ഹാജിമാര് മിനായിലേക്ക് പോകുന്നു. നമ്മളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് നമ്മളും ദിക്റിലും ദുആയിലുമായി കഴിഞ്ഞുകൂടി. ഹാജിമാരെ അറഫാത്തിൽ നിലവിളിക്കും, നമ്മളും ദിക്റിലും ദുആയിലുമായി കഴിയും. പടച്ചവൻ ഇന്ത്യ രാജ്യത്തെ എത്ര വലിയ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെ ദുഹറിന്റെ സമയത്താണ് അവിടെ അറഫയുടെ സമയം ആരംഭിക്കുന്നത്. ഇവിടെ അത് അസറിന്റെ സമയമായിരിക്കും. ഇവിടെ ഇഷായുടെ സമയമാകുമ്പോൾ അവിടെ അറഫയുടെ സമയം തീരുകയാണ്. അന്ന് നമ്മൾ അസർ മുതൽ ഇഷ വരെയും ദിക്റിലും ദുആയിലുമായി കഴിയും. അതുപോലെ ദുൽഹജ്ജ് 9 നമ്മളെല്ലാവരും നോമ്പ് പിടിക്കും. ദുൽഹജ്ജ് 10 നമ്മളെല്ലാവരും പെരുന്നാൾ നമസ്കാരം താല്പര്യത്തോടെ നമസ്കരിക്കും. ഇവിടെ പെരുന്നാൾ നമസ്കാരം എത്ര മണിക്ക് ഉസ്താദ്? 7 മണിക്ക്. എല്ലാവരും തക്ബീർ ചൊല്ലിക്കൊണ്ടുവരും, നല്ല ഉടുപ്പൊക്കെ ധരിച്ചുകൊണ്ടുവരും. പക്ഷെ ഓർക്കണം, ഈ പെരുന്നാൾ ഏറ്റവും ആഘോഷിക്കാൻ അർഹതപ്പെട്ട ഹാജിമാര് ദുൽഹജ്ജ് 10 എന്നല്ല, തലേന്ന് രാത്രി വെള്ളമല്ലാതെ ഒന്നും കുടിച്ചു കാണുകയില്ല, രാവിലെ അവരൊന്നും കഴിച്ചു കാണുകയില്ല. നമ്മുടെ വാപ്പയും ഉമ്മയും വേച്ച് അവർ ദുൽഹജ്ജ് 10 നമ്മൾ നമസ്കരിക്കുമ്പോൾ, നമ്മൾ പുതിയ വസ്ത്രമെല്ലാം ധരിച്ച് അത്തറൊക്കെ പുരട്ട് നമസ്കരിക്കുമ്പോൾ ആ പാവത്തുങ്ങൾ വേച്ച് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് നടക്കുകയായിരിക്കും. അസറിനാണ് സാധാരണ ഹാജിമാര് വല്ലതും കഴിക്കുന്നത്. പിന്നെ വലിയ ഭാഗ്യവാന്മാർക്ക് ദുഹറിന് വല്ലതും കിട്ടും. അതിനേക്കാളും ഭാഗ്യമുള്ള ആളുകൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കിട്ടും. അല്ലാഹു തആല സേവനം ചെയ്യുന്നവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയങ്കര സേവനവുമാണ്. ഗൾഫ് യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ അറബികളെ നമ്മൾ കുറ്റം പറയാറുണ്ട്. അവരുടെ അടുത്ത് പോലും നമുക്കാർക്കും എത്താൻ പറ്റിയിട്ടില്ല. ലോറിയിൽ കൊണ്ടുവന്ന് ആട് ബിരിയാണി ഉന്തിയിടുന്ന മലപോലെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ലോറിയിൽ കൊണ്ടുവന്ന് ഉന്തിയിടുകയാണ്. ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ഹാജിമാരെല്ലാവരും അത് എടുക്കാൻ പറഞ്ഞു. ഉടനെ അറബി അവിടെ നിന്ന് പറയുന്നത്, മോനെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, പുറകിൽ ഇഷ്ടംപോലെ ലോറി കൊണ്ട് വളരെ പതുക്കെ വന്നാൽ മതി. 25 ലോറി ഒരു മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുകയാണ് ആടിന്റെ ബിരിയാണിയായിട്ട്. അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും ആഹാരം പലപ്പോഴും കിട്ടാറില്ല. നമ്മൾ ഹാജിമാരുടെ ത്യാഗം ഓർത്തുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ തക്ബീറും ചൊല്ലി വന്ന് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത്, പിന്നെ ഒരു കാര്യം, ഹാജിമാരുമായി നമുക്ക് ബന്ധമുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അവിടെ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ അവിടെ ഉദ്ഹിയ കൊടുക്കുന്നു. അവർ ഹദിയ തമത്തുആയിട്ട് നൽകുന്നു, ബലി നൽകുന്നു. നമ്മളും ആ ബലിയിൽ പങ്കെടുക്കും. വലിയ പെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദ്ഹിയ കൊടുക്കലാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ അതിൽ പങ്കെടുക്കും. നാട്ടിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഉദ്ഹിയയുടെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഷെയർ മേടിക്കും. ഒരാടിനെ മേടിച്ചറക്കും നമ്മൾ ഒരു കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുമാകും. ഒന്നും പറ്റുന്നില്ല എങ്കിൽ കുറഞ്ഞ പക്ഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന പട്ടിണി പാവങ്ങൾക്ക് അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഉദ്ഹിയ അറക്കാൻ സാധിക്കും. ആ പൈസ അവർക്ക് എത്തിച്ചു കൊടുക്കും. ജമീഅത്തുൽ ഉലമാ ഹിന്ദ്
അതുപോലെ അസുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഇങ്ങനെയുള്ള അവിടെ ഏർപ്പാടുകൾ ചെയ്യുന്ന വിശ്വസ്തരായ ആൾക്കാർ അവരെ ഏൽപ്പിക്കും. എന്താണെങ്കിലും ഉദ്ഹിയയുമായി നമ്മൾ പങ്കെടുക്കും, നമ്മൾ ബന്ധപ്പെടും സഹോദരങ്ങളെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിഷയം എടുത്ത് പറഞ്ഞത്. സഹോദരങ്ങളെ, ഹജ്ജ് ഫർദായവർ ദേവിയത് എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ നോക്കി, എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ നോക്കി. ഓച്ചറ മദ്രസയിൽ നിന്ന് 2 ഉസ്താദന്മാരും 2 അവരുടെ ഭാര്യമാരും അൽഹംദുലില്ലാഹ് ഇപ്പൊ ഹജ്ജിന്റെ യാത്രയിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദന്മാരുടെ സാമ്പത്തിക അവസ്ഥ അറിയാം, അവർ പോയിരിക്കുന്നു. പാവത്തുങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഹജ്ജിന് ആളുകൾ പുറപ്പെടുമ്പോൾ ഇവർ കരയുന്നത് കണ്ടിട്ടുണ്ട്. അള്ളാഹു 2 പേരും പൊക്കി മക്കാ മുക്കറമയിൽ എത്തിക്കുകയുണ്ട്. അതുകൊണ്ട് ഹജ്ജ് ഫർദായ സഹോദര സഹോദരി എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ നോക്കി. ചെയ്തില്ലെങ്കിലോ അള്ളാഹു നമ്മുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർ ചെയ്യുമെന്ന്. അതുകൊണ്ട് ഹജ്ജിന്റെ സന്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഹജ്ജിന്, സിയാറത്തിന്, ഉംറയ്ക്ക് തയ്യാറാകി അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായ ദീർഘായുസം, സൗഖ്യവും സമാധാനവും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ അമലുകൾ നീ ഖബൂലാക്കണേ അല്ലാഹുവേ. ഹാജിമാരുടെ ഹജ്ജിന്റെ എല്ലാ അമലുകളും നീ എളുപ്പമാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, അവരിൽ ബലഹീനരുണ്ട് പടച്ചവനെ, പെണ്ണുങ്ങളുണ്ട് യാ അല്ലാഹ്, ശാരീരിക മാനസിക അതുപോലെ ഹാർട്ടിന്റെ രോഗങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ, ഗർഭിണികളുണ്ട് അല്ലാഹുവേ. നീ അവരുടെ എല്ലാ യാത്രയും നീ എളുപ്പമാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, നല്ല മനസ്സോടെ നീ മിനായിലെത്തിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, നല്ല മനസ്സോടെ അറഫാത്തിലേക്കും അവിടുന്ന് മുസ്ദലിഫയിലേക്കും അവിടുന്ന് മിനായിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ. കല്ലേറ്, മുടിയെടുക്കൽ, മൃഗത്തെ അറുക്കൽ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. പ്രത്യേകിച്ചും ഹജ്ജിന്റെ തവാഫ്, സഅയ് നീ വൈകാര്യമാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, മദീന യാത്രയിൽ നീ കബൂലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, കുറച്ച് ലക്ഷം രൂപ മുടക്കിയാലും എത്ര വലിയ സമ്പാദ്യമാണെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും ഹജ്ജ് ചെയ്യാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഹജ്ജിന് പുറപ്പെടാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹുവേ. ഫക്കീറന്മാരെ തവാഫ് ചെയ്യുന്നത് കണ്ട് നാണിച്ച് ഞങ്ങൾക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ തൗഫീഖ് താ അല്ലാഹുവേ. കാലൊടിഞ്ഞവർ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടന്ന് എഴഞ്ഞു നടക്കുന്നത് കണ്ട ഞങ്ങൾക്ക് അല്ലാഹുവേ പടച്ചവനെ ഹജ്ജിന് വേണ്ടിയുള്ള ആഗ്രഹം തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ ഈ മക്കളുടെ പഠനം നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ജാതി മത വ്യത്യാസമില്ലാതെ ഞങ്ങൾ മരിച്ചതിന് ശേഷം ഈ നാട് സജീവമാക്കേണ്ട മക്കളാണ്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണ പടച്ചവനെ. എല്ലാവരും നീ സുരക്ഷിതത്വത്തിലാക്കണേ അല്ലാഹുവേ. ആ സുരക്ഷയുടെ കേന്ദ്രമായ മദ്രസകളെ നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ സ്ഥാപനം, എല്ലാ സ്ഥാപനങ്ങളും നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. കൂടുതൽ മക്കളെ ഇവിടെ എത്തിക്കാനും അവരുടെ കയ്യിലും കാലിലും പിടിച്ചവരെ ഇവിടെ നിർത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, ഓരോ മക്കളെ കാണുമ്പോഴും ധൈര്യത്തിൽ മദ്രസയിലേക്ക് വാ മോനെ, മദ്രസയിലേക്ക് വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹുവേ. മദ്രസകളെ സാമ്പത്തികമായി സഹായിക്കാനും തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ആരോഗ്യത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ മക്കളുടെ തുടർ വിദ്യാഭ്യാസം നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. നല്ല ഹാഫിളും നല്ല ആലിമും യാ അല്ലാഹ്, കോളേജിന് നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കാൻ നീ ഇവർക്കെല്ലാം തൗഫീഖ് കൊടുക്കണേ അല്ലാഹുവേ. അതിനുവേണ്ടി പദ്ധതികൾ രൂപീകരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ സ്ഥാപനങ്ങളെല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. പെരുന്നാൾ നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, എല്ലാവിധ പ്രശ്നങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ്.